ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചൂര മീൻ കറി വെക്കാനാണ്. ഞാൻ വളരെ സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, മീൻ കറി വെക്കുന്ന ചട്ടി. അത് ഞാൻ വളരെ ഭദ്രമായിട്ട് കൊണ്ടുവന്നതാണ്. തുണിയിൽ പൊതിഞ്ഞ് അതിനുള്ളിൽ ബബിൾ റാപ്പ് ഇതുകൊണ്ട് പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്ന ഒരു ചട്ടി എനിക്കുണ്ട്. അതിലാദ്യമായിട്ട് വെക്കുന്ന ഫിഷ് കറിയാണിത്. ചൂരയാണ്, ഒരു ചൂരമീനാണ് വാങ്ങിയത്. അത് കറി വെക്കാനായിട്ട് പോകണ്ട. അപ്പം നമുക്ക് കറി വെക്കാം. അതിന് ഞാൻ കുറച്ച് 4 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ഈ കറിക്ക്. ഇതിന് നല്ല എരിവാണ്. 4 സ്പൂൺ മതിയാകും. 4 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 5 സ്പൂണ് മല്ലിപ്പൊടി, 6 സ്പൂൺ മല്ലിപ്പൊടി എടുക്കണം. ഇത്രയും പൊടി ഐറ്റംസാണ് ഞാൻ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നന്നായി ചൂടായിരിക്കുന്ന ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് കുറച്ച് ഉലുവ ഇടണം. ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കടുകിടാം. കുറച്ച് ഉലുവ മതിയാവും, ഒത്തിരി ഉലുവ ഇട്ടാൽ കയ്പ്പായിരിക്കാം. അതൊരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് കടുക് ആഡ് ചെയ്യാം. അതിലേക്ക് ഉലുവ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ അതിനകത്തിട്ട് വഴട്ടിയെടുക്കണം. കടുക് നന്നായി പൊട്ടിട്ടുണ്ട്. ഇത് നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടണം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഒരു സബോള ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകുണ്ട്. പച്ചമുളക് നല്ല എരിവാണ്, ചെറുതാണെങ്കിലും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകും മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം. മീൻകറിക്ക് നല്ല എരിവ് വേണം. നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മീൻകറിക്ക് എരിവ് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചേക്കുവാണെങ്കിൽ അത് വേഗം റെഡിയാവും. നമുക്ക് വേഗം ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും. ഉള്ളിയും എല്ലാ സാധനങ്ങളും നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യണം. എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആഡ് ചെയ്ത് കരിയാതെ നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് പുളിവെള്ളം, ഞാൻ പുളി ചൂടുവെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ വേഗം പുളി ഇറങ്ങും. അത് നമുക്ക് ഒഴിക്കുകയാണെങ്കിൽ മീൻ കറിക്ക് അപ്പം തന്നെ കൂട്ടാനും നല്ലതാണ്. അല്ലെങ്കിൽ മീൻ കറി വെച്ച് ഒരു 10-15 മിനിറ്റ് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്. പുളിയും ഉപ്പും എല്ലാം മീനെ പിടിച്ച് അതിൻ്റെ കൊഴുപ്പും എല്ലാം ഇറങ്ങി സൂപ്പറാകും. ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു റെഡിഷ് ബ്രൗൺ കളറാകുമ്പം നിർത്തുക. മീൻസ് റെഡിഷ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം, ഉപ്പ് ആഡ് ചെയ്യണം, പുളി ഇടണം. റെഡിഷ് ബ്രൗൺ കളറായി നന്നായി. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളം, പിന്നെ ചൂടുവെള്ളത്തിനകത്ത് പുളി ഇട്ട് വെച്ച ആ വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളത്തിനോടൊപ്പം നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കണം. മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുകയാണ്. കുറച്ച് ആഡ് ചെയ്താൽ മതി. ആദ്യമേ കുറച്ച് ഇടണം, അതിനുശേഷം പിന്നെ ഇട്ട് മതി. അല്ലെങ്കിൽ ഉപ്പ് കൂടിയാൽ അതൊക്കെ ഞാൻ എപ്പോൾ കറി വെച്ചാൽ ഉപ്പ് കൂടുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ കുറച്ചേ ആഡ് ചെയ്യാറുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ ആഡ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് ഇനി നന്നായി ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്ന് പിറക്കിയിടാം. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്, താക്കാറായി. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം. എന്നാലേ കറിക്കൊരു നല്ല മണമൊക്കെ വരുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. നല്ല സാധനം.
നല്ല ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. പുളി നന്നായിട്ടുണ്ട്, കാരണം ചൂടുവെള്ളത്തിലിട്ടതുകൊണ്ട്. നന്നായി കറിയൊക്കെ വെച്ച് നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സന്തോഷം. നല്ലൊരു മീൻ കറി വെച്ച് ചോറ് വാരി വാരി തിന്നുന്നു. ഒരു കാര്യം അറിയുമോ, ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അപ്പം നന്നായി ഫുഡ് ഉണ്ടാക്കി നല്ല ആസ്വദിച്ച് എല്ലാവരും കഴിക്കണം. ടേക്ക് കെയർ, ബൈ ബൈ, സി യു. ഇപ്പോഴാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. എല്ലാം സെറ്റായിട്ടുണ്ട്, എന്ത് കുറുകി. അപ്പം നമുക്കൊരു ഫിഷ് എടുത്ത് ചോറിനൊപ്പം കഴിക്കാം. എൻ്റെ വായിൽ ശരിക്കും വെള്ളം വരുന്നുണ്ട് ചോറുണ്ണാനായിട്ട്. കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ, സി യു.